അദ്ദേഹം സ്വയം തിരുത്തിക്കൊണ്ട് പാർട്ടിയുടെ നിലപാടിന് അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശശി തരൂരിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ സംസ്ഥാന കോൺഗ്രസ് 4 തവണ ജയിപ്പിച്ച പാർട്ടി പ്രവർത്തകരെ തരൂർ മറന്നെന്ന് കെ മുരളീധരൻ. വിജയപ്രതീക്ഷ തല്ലിക്കെടുത്തരുതെന്ന് വീക്ഷണം. യുവനടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ നടൻ സിദ്ദിഖ് കുറ്റക്കാരനെന്ന് പോലീസ്. ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത് ദുരുദ്ദേശത്തോടെ. കുറ്റപത്രം ഉടൻ കോടതിയിൽ നൽകും. കോട്ട ബാങ്ക് കവർച്ചയിൽ പ്രതിയുടെ വീട്ടിൽ നിന്ന് മോഷണം മുതൽ കണ്ടെടുത്തു. 12 ലക്ഷം കിട്ടിയത് പ്രതിയുമായി പോലീസ് നടത്തിയ തെളിവെടുപ്പിൽ. വസ്ത്രങ്ങളും കത്തിയും വീട്ടിൽ നിന്ന് കിട്ടി. ബാങ്കിൽ തെളിവെടുത്തു. ഡൽഹിയിലും ബീഹാറിലും ഒഡീഷയിലും ഭൂചലനം. ജനങ്ങൾ വീടുകളിൽ നിന്ന് തുറസായ സ്ഥലങ്ങളിലേക്ക് മാറി. കുലുക്കം ആദ്യം അനുഭവപ്പെട്ടത് ഡൽഹിയിൽ പുലർച്ചെ 5:30. റിക്ടർ സ്കെയിലിൽ 4 രേഖപ്പെടുത്തിയ പ്രകമ്പനമെന്ന് സ്ഥിരീകരണം. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് മേലുദ്യോഗസ്ഥർക്കെതിരെ ജാതി അധിക്ഷേപത്തിന് കേസ്. അസിസ്റ്റന്റ് മാനേജറുടെ പരാതിയിൽ കൊച്ചി റീജിയണൽ ഓഫീസ് DGM, AGM എന്നിവർ പ്രതികൾ. ഭീഷണിപ്പെടുത്തി പരാതി പിൻവലിപ്പിച്ചെന്നും ജീവനക്കാരൻ. ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേര് ഉയരുന്നു. അവർ ജനാംഗണത്തിൽ പടരുന്നുവെന്ന് അവരാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അപ്പോൾ ഞങ്ങൾ വിടുന്ന ഓരോ തുള്ളി കണ്ണുനീരും ആർക്ക് ശാപമായി തീരാതിരിക്കാൻ ഞങ്ങളുടെ ആവശ്യം അവർ അംഗീകരിച്ച് അതിനെ അവർ രേഖാമൂലം രേഖയാക്കി ഞങ്ങൾക്ക് തന്നേ പറ്റൂ. സർക്കാരിന്റെ പരിഹാസത്തിനിടയിലും സമരം തുടർന്ന് ആശാ വർക്കർമാർ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം 8ാം ദിവസം. രാഷ്ട്രീയ പ്രേരിത സമരമെന്ന ധനമന്ത്രിയുടെ പ്രസ്താവന അധിക്ഷേപിക്കലെന്ന് മറുപടി. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ആദ്യ ഫൈനൽ ലക്ഷ്യവുമായി കേരളം ഇറങ്ങി. സെമിയിൽ ഗുജറാത്തിനെതിരെ 2 വിക്കറ്റിന് 79 റൺസ്. റോഹൻ കുന്നുമ്മലും അക്ഷയ് ചന്ദ്രനും പുറത്തായി. സർക്കാരിന്റെ വ്യവസായ നയത്തെ പുകഴ്ത്തിയ ശശി തരൂരിനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം. തരൂർ നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് പരസ്യ നീക്കത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ് നേതാക്കൾ. വീക്ഷണം ദിനപത്രത്തിൽ തരൂരിനെ വിമർശിച്ച് ലേഖനവും പ്രസിദ്ധീകരിച്ചു. തരൂരിന്റെ നീക്കം പുതിയ രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയാണോ എന്ന സംശയം ചില കോൺഗ്രസ് നേതാക്കൾക്കെങ്കിലുമുണ്ട്. ഒപ്പം തരൂരിന്റെ പ്രസ്താവന പാർട്ടി അണികളിൽ കടുത്ത ആശയക്കുഴപ്പവും സൃഷ്ടിക്കുന്നു. തരൂർ നിലപാട് തിരുത്തണമെന്ന ആവശ്യം പരസ്യമാക്കുകയാണ് നേതാക്കൾ. അങ്ങനെ ഇരിക്കും. ഞാൻ അദ്ദേഹത്തിന് പാർട്ടിയോടുള്ള കൂറിനെ ഞങ്ങൾ ആരും സംശയിക്കുന്നില്ല. അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും ആരും ആവശ്യപ്പെടുന്നില്ല. അദ്ദേഹം സ്വയം തിരുത്തിക്കൊണ്ട് പാർട്ടിയുടെ നിലപാടിന് അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തരൂരിനെതിരെ കോൺഗ്രസ് മുഖപത്രം എഡിറ്റോറിയൽ എഴുതി. സംസ്ഥാനത്ത് ഭരണം പിടിക്കാൻ ശ്രമിക്കുന്ന UDFന് കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് തരൂരിന്റെ നീക്കമെന്നാണ് വിമർശനം. പടിയിൽ കലമുടയ്ക്കരുതെന്ന് വീക്ഷണത്തിന്റെ മുന്നറിയിപ്പ്. തരൂർ നിലപാട് തിരുത്തണമെന്ന് ആവശ്യപ്പെടുമ്പോഴും അച്ചടക്ക നടപടി ആവശ്യപ്പെടാൻ സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ തയ്യാറല്ല. അത്തരം നീക്കം കൂടുതൽ രാഷ്ട്രീയ നഷ്ടമുണ്ടാക്കുമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസിന്റേത്. തരൂരിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്ന നിലപാടുള്ളവരുമുണ്ട്. ശശി തരൂർ തെറ്റിദ്ധരിക്കപ്പെട്ടെന്നാണ് മാത്യു കുഴൽനാടിന്റെ വാദം. Tarur is justified, but he quoted a misleading fact. രാജീവിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ രാജീവ് പറഞ്ഞത് സത്യമാണെങ്കിൽ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനും ഉള്ളിന്റെ ഉള്ളിലൊരു സംശയത്തിന്റെ പോലെ ഉണ്ടായിരുന്നു. പ്രതിരോധത്തിലാക്കിയതല്ല, ഇത് CPMന് ഉപയോഗിക്കാനുള്ളൊരു വടിയായില്ല. തരൂരിന്റെ പേരെടുത്തുള്ള വിമർശനങ്ങൾക്ക് പ്രതിപക്ഷ നേതാവും തയ്യാറായിട്ടില്ല. പകരം സംസ്ഥാന സർക്കാരിന്റേത് തെറ്റായ കണക്കെന്ന് പ്രതിപക്ഷം വാദിക്കുന്നു. ശശി തരൂരിന്റെ ലേഖനമെഴുത്ത് അനുചിതമായി പോയെന്ന അഭിപ്രായം ഹൈക്കമാൻഡിനുമുണ്ട്. പാർട്ടിയിൽ പടയൊരുക്കം നടക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് നിലപാട് തിരുത്താൻ തരൂർ തയ്യാറാകുമോ എന്ന് കണ്ടറിയണം. ന്യൂസ് 18 തിരുവനന്തപുരം. വ്യവസായ രംഗത്തെ കേരളത്തിന്റെ വളർച്ചയെ പുകഴ്ത്തിയ ശശി തരൂരിനെതിരെ കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം രംഗത്ത് വരുന്നതിനിടെ മുതിർന്ന നേതാവ് AK ആന്റണിയുടെ പഴയ ഒരു പ്രസംഗം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. കേരളത്തിലേക്ക് വ്യവസായം കൊണ്ടുവരാൻ 2006-ലെ ഇടത് സർക്കാർ നൽകിയ പിന്തുണയെക്കുറിച്ചായിരുന്നു ആന്റണിയുടെ പുകഴ്ത്തൽ. ഉമ്മൻചാണ്ടിയെയും കുഞ്ഞാലിക്കുട്ടിയെയും വേദിയിലിരുത്തിയായിരുന്നു ആന്റണിയുടെ അന്നത്തെ പ്രസംഗം. അഗ്രിമെന്റ് ഭാഗത്തുണ്ടായ സഹായത്തിന് നന്ദി പറയാൻ വലിയ ഭാഷാ പഠനമില്ലാത്ത എന്റെ നിഘണ്ടുവിൽ വാക്കുകളില്ല. എന്റെ കയ്യിലുള്ള എല്ലാം നല്ല വാക്കുപയോഗിച്ച് നിൽക്കുകയാണ്. ഞാനവിടെ തീരുമാനങ്ങൾ എടുക്കുക മാത്രമേ ഉള്ളൂ. നടത്തിപ്പ് മുഴുവൻ
കേരള ഗവൺമെന്റും വ്യവസായ വകുപ്പും ശ്രീ കരീമും ഒക്കെയായിരുന്നു. ES അച്യുതാനന്ദനും എന്നെ കാര്യമായി സഹായിച്ചു. ബ്രഹ്മോസ് ഉൾപ്പെടെ പ്രതിരോധ മേഖലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ കേരളത്തിലെത്തിയത് AK ആന്റണി രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോഴാണ്. 2006 മുതൽ 2011 വരെയുള്ള VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്തായിരുന്നു പ്രതിരോധ മേഖലയിൽ കേന്ദ്രം വലിയ തോതിൽ കേരളത്തിൽ നിക്ഷേപം നടത്തിയത്. വിരുദ്ധ രാഷ്ട്രീയ ചേരികളിലുള്ള 2 പാർട്ടികളാണ് കേരളവും കേന്ദ്രവും ഭരിച്ചിരുന്നതെങ്കിലും അതൊന്നും വികസനത്തിന് തടസ്സമായില്ല. രാഷ്ട്രീയം മറന്ന് അകമഴിഞ്ഞു പിന്തുണച്ച VS അച്യുതാനന്ദനെയും ഇളമരം കരീമിനെയും ആന്റണി പ്രകീർത്തിച്ചത് അപ്പോഴത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയെയും വേദിയിലിരുത്തിയായിരുന്നു. മാത്രമല്ല UDF സർക്കാരിന്റെ കാലത്ത് പ്രതിരോധ മേഖലയിലെ വ്യവസായങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ തനിക്ക് ധൈര്യമില്ലെന്ന് കൂടി ആന്റണി പറഞ്ഞു. എനിക്ക് എന്തോ ഒരു ധൈര്യം ചോർന്നുപോയിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ഒരു 2 വർഷമായി കേരളത്തിലേക്ക് പുതിയൊരു സ്ഥാപനം കൊണ്ടുവരാൻ ഒരു ഗ്രഹപാഠവും ചെയ്യുന്നില്ല, കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവരാനുള്ള ധൈര്യം എനിക്ക് കുറഞ്ഞിരിക്കും. കാരണം എന്റെ കയ്യിലുള്ള സ്ഥാപനങ്ങളെല്ലാം പ്രതിരോധ വകുപ്പിലെ സ്ഥാപനങ്ങളാണ്. മറ്റു വ്യവസായം നടത്തുന്ന ശൈലിയിൽ ഈ സ്ഥാപനങ്ങൾ നടത്താൻ പറ്റില്ല, അനുവദിക്കില്ല. ശശി തരൂരിന്റെ സർക്കാർ അനുകൂല നിലപാട് UDFിനുണ്ടാക്കിയ മുറിവ് ചെറുതല്ല. വീണ് കിട്ടിയ അവസരം പരമാവധി ഉപയോഗിക്കുകയാണ് CPM-ഉം സർക്കാരും. ശശി തരൂരിന്റെ സാക്ഷ്യം കേരളത്തിന്റെ വ്യാവസായിക മുന്നേറ്റത്തിനുള്ള ഗുഡ് സർട്ടിഫിക്കറ്റായി ഇടതുപക്ഷം പ്രചരിപ്പിക്കും. ആന്റണിയുടെ പഴയ പ്രസംഗം കൂടി ഇടതു കേന്ദ്രങ്ങൾ ഏറ്റെടുക്കുന്നതോടെ തരൂർ UDFിനുണ്ടാക്കിയ മുറിവിന്റെ ആഴവും വേദനയും ഇനിയും കൂടും. ന്യൂസ് 18 തിരുവനന്തപുരം. ശശി തരൂരിനെ പിന്തുണച്ച് CPM നേതാക്കൾ വീണ്ടും രംഗത്തെത്തി. സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിച്ചതിനാണ് തരൂരിനെതിരെ കോൺഗ്രസിൽ പ്രതിഷേധമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നല്ലത് പറയുമ്പോൾ വിലക്കുന്ന കേരള വിരുദ്ധ പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരെയെല്ലാം കേരളത്തിലെ കോൺഗ്രസ് എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണ്. ആ വസ്തുതയെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് സുധാകരൻ ഉൾപ്പെടെയുള്ള KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കന്മാരും പ്രതിപക്ഷത്തിൽ ഉള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെ ഓരോ വക്താവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവം കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതാണ് ശശി തരൂർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വാദകം. കേരളത്തെക്കുറിച്ച് നല്ലത് പറയുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയൊരു പാർട്ടിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ മാറിയോ? നമ്മൾ പരിശോധിക്കണ്ടേ? കേരള വിരുദ്ധ കോൺഗ്രസ്സായി കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറിയോ? സർക്കാരിനെ പുകഴ്ത്തി എന്ന വിവാദങ്ങൾക്കിടെ CPM-നെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ശശി തരൂർ. പെരിയ ഇരട്ട കൊലപാതകത്തിന്റെ വാർഷികത്തിന്റെ ഭാഗമായി കോൺഗ്രസ് പുറത്തിറക്കിയ പോസ്റ്ററാണ് ശശി തരൂർ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. സംസ്ഥാനത്തെ വ്യാവസായിക വളർച്ചാ നിരക്കിനെക്കുറിച്ച് ഇല്ലാത്ത കണക്ക് സർക്കാർ പറയുന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇല്ലാത്ത ഈസ് ഓഫ് ഡൂയിങ് സൂചിക അതിനുദാഹരണമാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സൂചിക 2021 നിർത്തലാക്കിയതാണെന്നും VD സതീശൻ പറഞ്ഞു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള സൂചിക ഇപ്പം ഇല്ല, ഇല്ലെന്ന് സൂചിക ഇല്ലെന്ന് നിങ്ങൾ നോക്കിക്കോ. ആ ഇൻഡിക്കേറ്റർ ഇപ്പം ഇല്ല, ആ ഇൻഡിക്കേറ്റർ നിർത്തി. അത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അതിൻ്റെ അകത്ത് ഒരു ഇത് മാത്രമാണ്, ഒരു ഘടകം മാത്രമാണ്. അതിൽ കേരളം 4ാം സ്ഥാനത്താണ്. യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടൻ സിദ്ദിഖ് കുറ്റക്കാരനെന്ന് പോലീസ്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത് ദുരുദ്ദേശത്തോടെയാണെന്ന് വ്യക്തമാക്കുന്നതാണ് കുറ്റപത്രം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നതിന് മുൻപ് തന്നെ നടി പീഡനം വെളിപ്പെടുത്തിയതിന് സാക്ഷികളുണ്ടെന്നും കുറ്റപത്രത്തിൽ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. കുറ്റപത്രം ഉടൻ കോടതിയിൽ നൽകും. അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുള്ള സിദ്ദിഖിന്റെ പടിയിറക്കത്തിന് വഴിവെച്ച ബലാത്സംഗ പരാതി ശരിയെന്നുറപ്പിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് യുവനടിയെ പറഞ്ഞു വിശ്വസിപ്പിച്ച് ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗത്തിന് ഇരയാക്കിയതായി തെളിവ് നിരത്തി കുറ്റപത്രത്തിൽ സ്ഥിരീകരിക്കുന്നു. 2016 ജനുവരി 28 തിരുവനന്തപുരത്തെ മാസ്കോട്ട് ഹോട്ടലിലെ മുറിയിലായിരുന്നു പീഡനം. സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂവിനായി എത്തിയ നടിയെ സിദ്ദിഖ് ഹോട്ടലിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. പ്രിവ്യൂ കാണാൻ നടിയെയും കുടുംബത്തെയും സിദ്ദിഖ് ക്ഷണിച്ചതിനും യുവനടി മാസ്കോട്ട് ഹോട്ടലിൽ എത്തിയതിനും സിദ്ദിഖ് അന്ന് അവിടെ താമസിച്ചതിനും സാക്ഷിമൊഴികളും ഡിജിറ്റൽ തെളിവുകളുമുണ്ടെന്ന് കുറ്റപത്രത്തിൽ വിശദീകരിക്കുന്നു. കുറ്റകൃത്യം നടന്ന് 8 വർഷത്തിന് ശേഷമാണ് പരാതി എന്നതായിരുന്നു സിദ്ദിഖ് ആരോപണം നിഷേധിക്കാൻ നിർത്തിയ പ്രധാന വാദം. യുവതി സമാന ആരോപണം ഉന്നയിച്ച ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊന്നും തന്റെ പേരില്ലെന്നും വാദിക്കുന്നു. ഇതിനുള്ള മറുപടിയും കുറ്റപത്രത്തിലുണ്ട്. ബലാത്സംഗത്തിനു ശേഷം യുവതി എറണാകുളത്ത് ഡോക്ടറുടെ അടുത്ത് ചികിത്സ തേടിയിരുന്നു. ഈ ഡോക്ടറോട് അന്ന് തന്നെ പീഡന വിവരം വെളിപ്പെടുത്തിയെന്നും ഡോക്ടർ മൊഴി നൽകിയെന്നുമാണ് അന്വേഷണ സംഘം വിശദീകരിക്കുന്നത്.
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ എടുത്ത കേസുകളിൽ ഏറ്റവും ശക്തമായ തെളിവുള്ള കേസെന്ന വിശ്വാസത്തോടെയാണ് പ്രത്യേക സംഘം അന്വേഷണം പൂർത്തിയാക്കിയത്. ക്രൈംബ്രാഞ്ച് മേധാവിയുടെ അനുമതി ലഭിച്ചാലുടൻ കോടതിയിൽ സമർപ്പിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. സിനിമാ മേഖലയിൽ താരസംഘടനയും നിർമ്മാതാക്കളുടെ സംഘടനയും തമ്മിലുള്ള തർക്കം തുടരുകയാണ്. അമ്മ മുൻ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തലയ്ക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വക്കീൽ നോട്ടീസ് അയച്ചു. അസോസിയേഷനെ അവഹേളിച്ചതിൽ മാപ്പ് പറയണം എന്നാണ് ആവശ്യം. ഇല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും. അസോസിയേഷൻ അമ്മയ്ക്ക് പണം നൽകാനുണ്ടെന്ന വാദം തെറ്റാണെന്നും എല്ലാത്തിനും കൃത്യമായ രേഖയുണ്ടെന്നും നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നു. 7 ദിവസത്തിനകം മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഉത്തരേന്ത്യയെ വിറപ്പിച്ച 2 ഭൂചലനം. ഡൽഹിയിലും ബീഹാറിലുമാണ് രാവിലെ ഭൂചലനമുണ്ടായത്. രണ്ടിടത്തും ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പുലർച്ചെ 5:36 ഡൽഹി കുലുങ്ങിയത്. ഉഗ്രശബ്ദത്തോടെയായിരുന്നു പ്രകമ്പനം. അതിരാവിലെ ആയതിനാൽ പലരും ഉറക്കത്തിലായിരുന്നു. കട്ടിലടക്കം കുലുങ്ങിയതോടെ വീടുകളിൽ നിന്നും ഫ്ളാറ്റുകളിൽ നിന്നും ആളുകൾ ഇറങ്ങിയോടി. तेज झटका सा महसूस हुआ, फिर जल्दी कमरे से निकला, तब तक वो शांत हो चुका था. 2 सेकंड का था कम से कम. റിക്ടർ സ്കെയിലിൽ 4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം സൗത്ത് വെസ്റ്റ് ഡൽഹിയിലെ ധൌലാകുവമാണ്. നോയിഡ, ഗ്രേറ്റർ നോയിഡ, ഗസിയാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. ഡൽഹി കുലുങ്ങിയതിന്റെ ഞെട്ടൽ മാറും മുമ്പേ 8 മണിയോടെ ബീഹാറിലും 8:15 സിക്കിമിലും ഭൂചലനമുണ്ടായി. സിവാൻ പ്രഭവ കേന്ദ്രമായ ഭൂചലനത്തിലും റിക്ടർ സ്കെയിലിൽ 4 തീവ്രത രേഖപ്പെടുത്തി. സിക്കിമിൽ നേരിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത്. തുടർചലനങ്ങൾക്ക് സാധ്യതയുള്ളതായി നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മുൻകരുതലുകൾ പാലിക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ആശാ വർക്കർമാരുടെ സമരം 8ാം ദിവസവും സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുകയാണ്. രാഷ്ട്രീയ പ്രേരിതമാണ് സമരമെന്ന സർക്കാരിന്റെ നിലപാട് സമരക്കാർ തള്ളിക്കളഞ്ഞു. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ പിന്മാറില്ലെന്നും സമരക്കാർ വ്യക്തമാക്കുകയാണ്. പിന്തുണയുമായി കൂടുതൽ നേതാക്കളും സംഘടനകളും സമരപന്തലിലെത്തി. അതേസമയം പൊതുവഴി തടസ്സപ്പെടുത്തിയത് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ആശാ വർക്കർമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. മറ്റെങ്ങുമില്ലാത്ത ഓണറേറിയം കൊടുക്കുന്നെന്ന് മേനി നടിച്ചും രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണം ഉന്നയിച്ചും സർക്കാർ പുറംതിരിഞ്ഞു നിൽക്കുമ്പോഴും ആശമാരുടെ സമരത്തിന് വീര്യമേറുകയാണ്. ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേര് ഉയരുന്നു. അവർ രണാങ്കണത്തിൽ പടരുന്നുവെന്ന് അവരാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അപ്പോൾ ഞങ്ങളിൽ വിടുന്ന ഓരോ തുള്ളി കണ്ണുനീരും ആർക്ക് ശാപമായി തീരാതിരിക്കാൻ ഞങ്ങളുടെ ആവശ്യങ്ങൾ അവർ ഉന്നയിച്ച് അവർ അംഗീകരിച്ച് അതിനെ അവർ രേഖാമൂലം രേഖയാക്കി ഞങ്ങൾക്ക് തന്നേ പറ്റൂ. ആരോ കുത്തിയിളക്കി വിട്ട സമരമെന്ന പരിഹാസത്തിന് സമരക്കാരുടെ മറുപടി ഇങ്ങനെ: ഞങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് സ്വന്തം ഇഷ്ടത്താൽ വന്നതാണ്, അല്ലാതെ ആരും പ്രേരിപ്പിച്ചിട്ടോ കുത്തിയിളക്കിയിട്ടോ വന്നതല്ല. പല രാഷ്ട്രീയത്തിൽപ്പെട്ടവരും ഉണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഞങ്ങളുടെ ആശാവർക്കർ സമരത്തിന് എത്തുന്നുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക സംഘടനകളും പിന്തുണയുമായി എത്തുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം 20-ാം തീയതി വരെ ഈ രൂപത്തിൽ തുടരാനാണ് തീരുമാനം. അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കും. ഇതിനിടെ കൃത്യമായ തീരുമാനങ്ങളെടുത്ത് സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചാൽ പങ്കെടുക്കും. എന്നാൽ ചർച്ചാ പ്രഹസനങ്ങൾക്കില്ലെന്നും സർക്കാരിനോട് സമരക്കാർ. ചർച്ചയ്ക്ക് വിളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ എന്താണെന്നും അതിന് എന്ത് പരിഹാരം നിർദ്ദേശിക്കുവാൻ കഴിയുമെന്നുമുള്ള ബന്ധപ്പെട്ട എല്ലാ വകുപ്പുമായിട്ട് ചർച്ച നടത്തി ഒരു അതിനുള്ള ഒരു ഫോർമുല ഉണ്ടാക്കിക്കൊണ്ട് വന്ന ന്യൂസ് 18 തിരുവനന്തപുരം. വയനാട് പുനരധിവാസം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇന്ന് ചേരും. തിരുവനന്തപുരത്ത് വൈകിട്ട് 5 മണിക്കാണ് യോഗം ചേരുക. അസാധാരണ നിബന്ധനകളോടെ കേന്ദ്രം അനുവദിച്ച വായ്പ എങ്ങനെ ചെലവഴിക്കണമെന്ന കാര്യത്തിലും യോഗത്തിൽ തീരുമാനമുണ്ടാകും. വായ്പയുടെ വിനിയോഗത്തിന് സമയം നീട്ടിച്ചോദിക്കുന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ പരിഗണിക്കുന്നുണ്ട്. വയനാട് പുനരധിവാസം പാളിയതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമത്തെ UDF പിന്തുണയ്ക്കുകയാണെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. നോക്കൂ, വയനാട് പുനരധിവാസം പാളിയതിന്റെ സമ്പൂർണമായ ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. പക്ഷേ പിണറായി വിജയൻ അത് കേന്ദ്രത്തിന്റെ തലയിലിട്ടു. സാമാന്യ ബുദ്ധിയില്ലാത്ത കേരളത്തിലെ പ്രതിപക്ഷം പിണറായി വിജയന്റെ ആ നറേറ്റീവിനെ പിന്തുണയ്ക്കുന്നു. എല്ലാ രംഗങ്ങളിലും ഇതാണ് സ്ഥിതി. കേന്ദ്രം കനിയാത്തതുകൊണ്ടാണ്
കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ള സമർത്ഥമായിട്ടുള്ള പ്രചാരണം നടത്തുന്നു. ആ പ്രചാരണം VD സതീശനും സുധാകരനും ഏറ്റുപിടിക്കുകയാണ്. ഇവർ പ്രതിപക്ഷമാണോ? തൃശൂർ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസിലെ പ്രതി റിജോ ആന്റണിയുമായി ബാങ്കിലും സുഹൃത്തിന്റെ വീട്ടിലും തെളിവെടുപ്പ് നടത്തി. കറിക്കത്തിയുമായി എത്തിയാണ് റിജോ ബാങ്കിൽ കൊള്ള നടത്തിയത്. കൊള്ളയടിച്ച പണത്തിൽ 10,000 രൂപ ഒഴികെ മുഴുവൻ തുകയും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം ഇയാളെ കോടതിയിൽ ഹാജരാക്കും. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ റിജോ ആന്റണിയെ തെളിവെടുപ്പിനായി പോട്ട ഫെഡറൽ ബാങ്കിന്റെ ശാഖയിൽ എത്തിച്ചതിൻ്റെതാണ്. അല്പസമയം മുമ്പ് തെളിവെടുപ്പ് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. 15 ലക്ഷമാണ് കവർന്നത്. ഇതിൽ 12 ലക്ഷം രൂപ ഇന്ന് റിജോ ആന്റണിയുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു. പ്രതിയുമായി വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിലാണ് ഈ തുകയും കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുകയാണ്. ഡാനി, ഇന്നത്തെ തെളിവെടുപ്പിൽ പല നിർണായകമായ വിവരങ്ങളും പോലീസിന് കിട്ടിക്കഴിഞ്ഞല്ലോ. ബാങ്കിലെ തെളിവെടുപ്പിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇയാളിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയത് പോലീസ്? മഞ്ജുഷ, തെളിവെടുപ്പ് ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. ഇതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കും. നടപടികൾ അതോടെ പൂർത്തിയാകുകയും ചെയ്യും. പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമോ എന്നത് മാത്രമായിരിക്കും. ഒരുപക്ഷെ വരും ദിവസങ്ങളിലായിരിക്കും കസ്റ്റഡി അപേക്ഷ പോലീസ് കോടതിയിൽ സമർപ്പിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പ് ഇവിടെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി ബാങ്കിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തുകയും എല്ലാം തന്നെ ചെയ്തിരുന്നതിന് ശേഷം ഇപ്പോൾ പോലീസ് തെളിവെടുപ്പ് പൂർണ്ണമായും പൂർത്തിയാക്കിയിരുന്നു. ബാങ്കിലേക്ക് കൊണ്ടുപോകുന്ന ഏതാണ്ട് അരമണിക്കൂറിലധികം ഇവിടെ പോലീസ് ഇവിടെ ചെലവഴിച്ചു. കാരണം ഈ എങ്ങനെയാണ് ഈ മോഷണ രീതിയും അടക്കം നടത്തിയത് എന്നത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിനകത്തേക്ക് കയറി ഏത് ഭാഗത്ത് എവിടേക്കാണ് ആദ്യം ചെന്നത്, അതോടൊപ്പം തന്നെ മുൻപ് ഒരു തവണ കൂടി ഇയാൾ ഇവിടെ വന്നിരുന്നതായിട്ട് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് പോലീസ് ജീപ്പ് കണ്ട് ഭയന്ന് തിരിച്ചു പോവുകയായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നേരത്തെ ഇവിടെ എത്തിയ ഒരു സാഹചര്യവും അതോടൊപ്പം തന്നെ ജീവനക്കാർക്ക് ഏതെങ്കിലും രീതിയിൽ ഇയാളെ മുൻപരിചയം ഇവിടേക്ക് ബാങ്കിൽ വന്ന് ഏതെങ്കിലും സമയത്ത് ഇയാളെ മുഖം കണ്ട് പരിചയമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ജീവനക്കാരോട് ചോദിച്ച് മനസ്സിലാക്കുകയും അടക്കം പോലീസ് ചെയ്തു. ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത്. വലിയ രീതിയിൽ ആൾക്കൂട്ടം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെ മുതൽ തുടങ്ങിയ തെളിവെടുപ്പാണ്. പുലർച്ചെ ഇയാളുടെ വീട്ടിലെത്തിക്കുകയും അവിടെ പോലീസ് ഇയാളുടെ മുറി പരിശോധിച്ചു. അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്ന 12 ലക്ഷം രൂപ ഇയാളുടെ അലമാരയിലുണ്ടായിരുന്നു. അത് കാണിച്ചു കൊടുത്തിരുന്നു. ഒപ്പം ഈ മോഷണ വിവരം അറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ അന്നനട സ്വദേശിയായ ഒരാൾ അയാളിൽ നിന്ന് ഈ റിജോ കടം വാങ്ങിയിരുന്നു. 2,90,000 രൂപ കടം വാങ്ങിയിരുന്നു. അത് ഈ മോഷ്ടിച്ച പണത്തിൽ നിന്ന് ഇയാൾ തിരിച്ച് കൊടുത്തിരുന്നു. ഇയാൾ DYSP ഓഫീസിൽ പണവുമായി എത്തി. പക്ഷേ പോലീസ് ഇത് തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് എടുത്തത്. ഇയാളുടെ വീട്ടിലേക്ക് ഇന്ന് ഇവിടേക്ക് എത്തുന്നതിന് മുമ്പ് റിജോയുമായി പോലീസ് അവിടേക്ക് ചെല്ലുകയും അവിടെ നിന്ന് ഈ പണം അടക്കമുള്ള കാര്യങ്ങൾ സീൽ ചെയ്യുകയും എല്ലാം തന്നെ ചെയ്തു. ഇങ്ങനെ ഈ 15 ലക്ഷം രൂപയിൽ 10,000 രൂപ മാത്രമാണ് ഇയാൾ ചെലവഴിച്ചതായി കണ്ടെത്തിയിട്ടുള്ളത്. അത് തന്നെ മദ്യത്തിനായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തുകയും ചെയ്തു. ചാലക്കുടിയിൽ നിന്ന് അല്പസമയം മുമ്പ് തെളിവെടുപ്പ് പൂർത്തിയാക്കുകയും ചെയ്തു. റിജോ ആന്റണിയെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും. മറ്റൊരു വാർത്തയിലേക്ക്. BJP സംസ്ഥാന അധ്യക്ഷനെ ഉടൻ തന്നെ പ്രഖ്യാപിച്ചേക്കും. പുതിയ അധ്യക്ഷനെ കേന്ദ്രീകരിച്ചായിരുന്നു ഇതുവരെ ചർച്ചകളെങ്കിൽ ഏറ്റവും ഒടുവിൽ K. സുരേന്ദ്രൻ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തുടർന്നേക്കും എന്ന സൂചനകളും വരികയാണ്. 5 വർഷം പൂർത്തിയായെങ്കിലും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ അവസാന ലാപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ അധ്യക്ഷനെ മാറ്റുന്നത് ഉചിതമല്ല എന്ന് കേന്ദ്ര നേതൃത്വത്തിൽ ഒരു വിഭാഗം വിലയിരുത്തുന്നുണ്ട്. വിഭാഗീയത കൊടുമ്പിരി കൊണ്ട് നിൽക്കെ ആരധ്യക്ഷനായി വന്നാലും സുരേന്ദ്രനെ താഴെ ഇറക്കണമെന്ന വികാരത്തിലാണ് എതിർ ഗ്രൂപ്പുകളെല്ലാം. എന്നാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ചില ആലോചനകൾ സുരേന്ദ്രന് അനുകൂലമാകുമെന്ന് കരുതപ്പെടുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ക്രമാനുഗതമായി കേരളത്തിൽ BJPക്ക് വോട്ട് വർദ്ധിച്ചതും തൃശൂരിലടക്കം വിജയം നേടാനായതും സുരേന്ദ്രന്റെ കൂടി പ്രവർത്തന ഫലമായി വിലയിരുത്തപ്പെടുന്നു. 5 വർഷ കാലാവധി പൂർത്തിയായെങ്കിലും ഇതിൽ 2 വർഷം ഒരു ടേമായി കണക്കാക്കുന്നില്ല. കേരളത്തിന്റെ ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷിയുടെ നിലപാടും സുരേന്ദ്രന് അനുകൂലമെന്നാണ് സൂചന. പുതിയ അധ്യക്ഷനെ കൊണ്ടുവരാനുള്ള സാഹചര്യമാണോ ഉള്ളതെന്ന സംശയവും നിലനിൽക്കുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമാണ് BJP പ്രതീക്ഷിക്കുന്നത്. തൊട്ടു പിന്നാലെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെയും പ്രതീക്ഷയോടെ കാണുന്നു. സുരേന്ദ്രനെ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരിന് വലിയ പരിഗണനയുണ്ട്. താഴെത്തട്ടിലെ പ്രവർത്തകരുമായുള്ള പരിചയക്കുറവാണ് പ്രധാന വെല്ലുവിളി. എന്നാൽ കൃഷ്ണദാസ്, മുരളീധര വിഭാഗങ്ങളെ ഒപ്പം ചേർത്ത് ഇത് മറികടക്കാൻ കഴിയുമെന്ന് രാജീവ് അനുകൂലികൾ പറയുന്നു. മറ്റൊരു സീനിയർ നേതാവായ MD രമേശ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമെന്ന് ഈ വിഭാഗം കരുതുന്നു. കൃഷ്ണദാസിന്റെ പിന്തുണ രമേശിനാണെന്ന് ഇവർ വ്യക്തമാക്കുന്നു. വനിതാ പ്രാതിനിധ്യം ഉറപ്പായാൽ ശോഭാ സുരേന്ദ്രൻ അധ്യക്ഷ പദവിയിലേക്ക് എത്തും. പല ഗ്രൂപ്പുകളുമായി ഉടക്കി നിൽക്കുന്ന ശോഭയ്ക്ക് അധ്യക്ഷ പദവി ലഭിച്ചാൽ സംഘടനാ സംവിധാനം ശക്തമായി മുന്നോട്ട് പോകുമോ എന്നതിൽ ചില കേന്ദ്ര നേതാക്കൾ ആശങ്ക പ്രകടിപ്പിക്കുന്നു.
ന്യൂസ് 18 തിരുവനന്തപുരം. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ 2 പ്രതികൾക്ക് പരോളിന് നീക്കം. 8ാം പ്രതി സുബീഷ്, 15ാം പ്രതി സുരേന്ദ്രൻ എന്നിവരാണ് പരോളിന് അപേക്ഷ നൽകിയത്. ജീവപര്യന്തം ശിക്ഷ വിധിച്ച് 1 മാസം തികയും മുൻപാണ് പ്രതികൾക്ക് പരോൾ നൽകാനുള്ള നീക്കം നടക്കുന്നത്. 14 പ്രതികളെയാണ് ശിക്ഷിച്ചത്. ഇതിൽ 10 പ്രതികളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. അതിലുള്ള 2 പ്രതികളാണ് ഇപ്പോൾ പരോളിനായി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. 8ാം പ്രതി സുബീഷ്, 15ാം പ്രതി സുരേന്ദ്രൻ എന്നിവരാണ് ജനുവരി 21, 22 തീയതികളിലായി അപേക്ഷ സമർപ്പിച്ചത്. കേസിൽ ശിക്ഷ വിധിച്ച് 1 മാസം പൂർത്തിയാകുന്നതിന് മുൻപാണ് പരോളിനായുള്ള അപേക്ഷ. കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള പ്രതികളുടെ പരോൾ അപേക്ഷയിന്മേൽ അധികൃതർ നടപടി ആരംഭിച്ചു. പാർട്ടി മാത്രമല്ല, സർക്കാർ തന്നെ ഇതിന് കൂട്ടുനിൽക്കുന്നത് അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കലാണെന്ന് കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ ന്യൂസ് 8നോട് പറഞ്ഞു. ടി.പി. ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് എത്ര 1000 ദിവസമോ മറ്റ പരോൾ നൽകിയ സർക്കാരല്ലേ ഇത്. അപ്പോൾ എങ്ങനെയെങ്കിലും ക്രിമിനലുകളെ രക്ഷപ്പെടുത്താനും അവരെ സംരക്ഷിക്കാനുള്ള ഒറ്റ തീരുമാനത്തിലാണ് സർക്കാർ പോകുന്നത്. ഇവരൊക്കെ അവരെ ജയിലിലിട്ടിട്ട് ഈ ക്രിമിനലുകളെ അവരെ തെറ്റ് കണ്ടവരെ ശിക്ഷിക്കപ്പെടേണ്ട ഒരു സർക്കാർ നേരെ തിരിച്ച് ഇവരെ രക്ഷിക്കാൻ നോക്കുക എന്ന് വെച്ചാൽ എന്തൊരു വിരോധാഭാസമാണ്, എന്തൊരു അവസ്ഥയാണ് ഈ കേരളത്തിൻ്റെത്. അതേസമയം പരോൾ അനുവദിച്ചാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. എന്നാൽ 2 വർഷത്തോളം ജയിൽവാസം അനുഭവിച്ചാൽ പ്രതികൾക്ക് പരോളിന് അർഹതയുണ്ടെന്നാണ് ജയിൽ അധികൃതരുടെ വാദം. ജയിൽ ഉപദേശക സമിതിയാണ് ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. പെരിയ കേസ് കുറ്റവാളികൾക്ക് പരോൾ നൽകുന്നത് എതിർക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതികളെ പേടിച്ചാണ് സർക്കാർ നിൽക്കുന്നതെന്നാണ് VD സതീശന്റെ ആരോപണം. കേരളത്തിലെ ഒടിയ ക്രിമിനലുകൾക്ക് ഗവൺമെൻറ് പ്രോത്സാഹനം കൊടുക്കുക, അതിനെതിരായി ഞങ്ങൾ ശക്തമായി പറഞ്ഞു. 1.5 മാസമായിട്ടില്ല അത് ജയിലിൽ പോയിട്ട്. അതിനുമുമ്പ് അവർക്ക് പരോൾ കൊടുക്കുകയാണ്. ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് 1071 ദിവസമൊക്കെയാണ് പരോൾ കൊടുത്തിരിക്കുന്നത്. 3 കൊല്ലക്കാലം അവർ പുറത്താണ്. ആലോചിച്ച് നോക്കി. ജയിലിൽ കിടക്കുമ്പോൾ VVIP ട്രീറ്റ്മെൻറ്റാണ്. ഭക്ഷണം, മദ്യം, ലഹരി മരുന്ന്, ഫോണ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും അവർക്ക് കൊടുക്കുകയാണ്, സർക്കാർ കൊടുക്കുക. പ്രതികളെ പേടിച്ചാണ് സർക്കാർ നടക്കുന്നത്. അവരുടെ ഗൂഢാലോചന കുറ്റത്തിൽ നേതാക്കന്മാർ അകത്തു പോകുന്നുള്ള പേടിയാണ് CPM നേതാക്കൾക്ക്. അതിനാണ് ഈ പ്രതികളെ ചെയ്യുന്നത്. പിന്നെ ഇനി ഇതുപോലെ 2 ചെറുപ്പക്കാരെ ക്രൂരമായി കൊല ചെയ്ത പ്രതികളോടാണ് അവരെ അഭിവാദ്യം ചെയ്താണ് ജയിലിൻ്റെ മുമ്പിൽ നിന്ന് പാർട്ടി സ്വീകരിച്ചത്. അന്തർദേശീയ തീവ്രവാദി സംഘടനകളെക്കാൾ മോശമായ പാർട്ടിയായി CPM മാറുകയാണ്. 2 ചെറുപ്പക്കാരെ കൊല ചെയ്ത, 2 കുടുംബത്തെ അനാഥമാക്കിയ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം കൊടുത്തപ്പോൾ അവരെ ജയിലിൻ്റെ മുന്നിൽ നിന്ന് ഇൻകുലാബ് വിളിച്ച് അഭിവാദ്യം ചെയ്യുന്ന അത്രയും വൃത്തികെട്ട ഒരു പാർട്ടിയായി കേരളത്തിലെ CPM മാറിയിരിക്കുകയാണ്. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ പിടികൂടി ചികിത്സ നൽകാനുള്ള ദൗത്യം നാളെ തുടങ്ങും. ദൗത്യം വെല്ലുവിളി നിറഞ്ഞതാണ്. കോടനാട്ടെ കൂട് നിർമ്മാണം നാളെ ഉച്ചയോടെ പൂർത്തിയാകും. ഡോക്ടർ അരുൺ സഖറിയയും സംഘവും ആനയെ നിരീക്ഷിക്കും. 2ാമത്തെ മയക്കുവെടിയും ആന താങ്ങുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ടെന്നും വാഴച്ചാൽ DFO R ലക്ഷ്മി പറഞ്ഞു. ഇപ്പം ആനയെ വീണ്ടും നമ്മൾ ചികിത്സിക്കാനായിട്ട് മയക്കുവെടി വെച്ചാൽ മാത്രമേ നമുക്ക് ആനയെ ചികിത്സിക്കാനായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അവർക്കൊരു 24 hours കിട്ടിയാൽ മതിയെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇന്ന് വൈകിട്ടത്തോടെ എത്തുവാണെങ്കിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് നാളത്തോടു കൂടി നമുക്ക് ഒരു ഉച്ചയോടുകൂടി കൂട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അത് ഡോക്ടർ ഒന്ന് എത്തിയാലും മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് അദ്ദേഹം എത്തുമ്പം അതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം ഇനി അദ്ദേഹത്തിന് ആനയുടെ ഇത് ഒന്ന് നിരീക്ഷിക്കണമല്ലോ, എന്നിട്ടേ നമ്മൾ ചെയ്യുള്ളൂ. അതിപ്പം നമ്മൾ ചെയ്യാവുന്ന പരമാവധി നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആന കാട് കയറി പോയാലും നമ്മൾ എടുക്കുന്ന ഒരു ഇത് ഇത്രയും എഫേർട്ട് വെറുതെ ആയിപ്പോവും. കാരണം അതിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഒരു എഫേർട്ട് എടുത്തത്. അപ്പം ആനയെ കൂടുതൽ ശല്യപ്പെടുത്തേണ്ട, അതിനെ നിരീക്ഷിക്കാനാണ് ഡോക്ടറുടെ നിർദ്ദേശവും. വർഗീയ പരാമർശ കേസിൽ PC ജോർജിന് ഹൈക്കോടതിയുടെ കടുത്ത വിമർശനം. മുൻകൂർ ജാമ്യ വ്യവസ്ഥ PC ജോർജ് ലംഘിച്ചുവെന്ന് ഹൈക്കോടതി. ജോർജ് മുൻപും സമാന കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ട്. പരാമർശം ഗൗരവമുള്ളതാണ്. പറ്റിയത് അബദ്ധമെന്ന് PC ജോർജിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. എന്നാൽ പ്രകോപനപരമായ പരാമർശമാണ് PC ജോർജ് നടത്തിയതെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. സമാനമായ 4 കുറ്റകൃത്യങ്ങൾ PC ജോർജിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. NCPയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ PC ചാക്കോ വിഭാഗവും AK ശശീന്ദ്രൻ വിഭാഗവും ഇന്ന് ശരത് പവാറിനെ കാണും. PC ചാക്കോ, AK ശശീന്ദ്രൻ, തോമസ് K തോമസ് എന്നിവർ മുംബൈയിൽ എത്തിയിട്ടുണ്ട്. തോമസ് K തോമസിനെ അധ്യക്ഷനാക്കിയില്ലെങ്കിൽ ബദൽ മാർഗങ്ങൾ തേടാൻ ശശീന്ദ്രൻ പക്ഷത്തിന്റെ തീരുമാനം. ഭാവി പരിപാടികൾ ആലോചിക്കാൻ ശശീന്ദ്രൻ പക്ഷം ബുധനാഴ്ച യോഗം ചേരും. തിരുവനന്തപുരത്തായിരിക്കും യോഗം.
ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ ജീവനക്കാരനെ ജാതീയമായി അധിക്ഷേപിച്ചെന്ന പരാതിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കേസ്. ചീഫ് റീജിയണൽ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. പരാതി നൽകിയതിന് പിന്നാലെ സ്ഥലം മാറ്റിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാരന്റെ ഭാര്യ പ്രതികരിച്ചു. കൊച്ചി റീജിയണൽ ഓഫീസ് DGM നിതീഷ് കുമാർ സിൻഹ, AGM കശ്മീർ സിംഗ് എന്നിവർക്കെതിരെയാണ് പരാതി. അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലുള്ള ജീവനക്കാരനെ നിരന്തരം ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചെന്നും പരാതിപ്പെട്ടപ്പോൾ സ്ഥലം മാറ്റിയെന്നുമാണ് ആരോപണം. ആൾ അഹമ്മദാബാദിൽ പോയി ജോയിൻ ചെയ്തിട്ടില്ല. കാരണം അവർ ഭീഷണിപ്പെടുത്തിയേക്കുന്നതിന് നോർത്ത് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, അവിടെ വേറെ ഇഷ്യൂസ് ഉണ്ടാക്കി നിന്നെ ജോലി കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് നിതീഷ് കുമാർ സിൻഹ നമ്മളെ ഭീഷണിപ്പെടുത്തിയത് തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും ഉയർന്ന ജാതിയിലുള്ളവർ താഴ്ന്ന ജാതിക്കാരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അവിടെ ചെന്നാൽ നിനക്ക് മനസ്സിലാവും എന്നാണ് പറഞ്ഞേക്കുന്നത്. മേലുദ്യോഗസ്ഥർക്ക് ചായയും മരുന്നും വാങ്ങാൻ പറഞ്ഞയക്കുന്നതും പതിവായിരുന്നു. എതിർത്തപ്പോൾ കൈകൊണ്ട് പുറത്താഞ്ഞടിച്ചെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും AGM കശ്മീർ സിംഗ് ആണ്. അദ്ദേഹമാണ് ആളോട് ചായ വാങ്ങിച്ചു തരിക, പലഹാരം വാങ്ങിച്ചു കൊണ്ടുവരിക. എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്ന സ്കെയിൽ 1 അസിസ്റ്റന്റ് മാനേജറാണ്. ആളോടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ആറോയിൽ കുറേ ചെടിയൊക്കെ ഉണ്ട്, അതിന് വെള്ളം ഒഴിക്കുക, അതിൻ്റെ സ്ഥാനം മാറ്റി വെക്കുക, രാത്രി ആകുമ്പോഴത്തേക്കും കീടനാശിനി അടിച്ചിട്ട് പോവുക. പിന്നെ ആളുടെ വൈഫിന് വേണ്ടിയിട്ട് ബാങ്കിൻ്റെ പാസ്ബുക്ക്, വേറൊരു ബാങ്കിൻ്റെ പാസ്ബുക്ക് റെഡിയാക്കാനായിട്ട് വിടുക. മകള് അവധിക്ക് വന്നപ്പോൾ മകളുടെ കൂടെ ഷോപ്പിങ്ങിന് പോകാൻ പറയുക. പിന്നെ ഇതുപോലെ ആളുടെ ഇതൊക്കെ വർക്കിംഗ് അവേഴ്സിലാണ്. അധിക്ഷേപം സഹിക്കാനാകാതെ വന്നതോടെ ഡിസംബറിൽ പരാതി നൽകിയെങ്കിലും ഭീഷണിയെ തുടർന്ന് പിൻവലിക്കുകയായിരുന്നു. പരാതി നൽകിയതിന്റെ പ്രതികാര നടപടിയായി സ്ഥലം മാറ്റി. ഇതോടെയാണ് കുടുംബം വീണ്ടും പരാതിയുമായി രംഗത്തെത്തിയത്. മുഖ്യമന്ത്രിയെയും കണ്ട് പരാതി നൽകി. SC/ST പീഡന നിരോധന നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. കൊച്ചി സെൻട്രൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കൊച്ചി. പുതിയ ഫാസ്ടാഗ് നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നു. നിയമങ്ങൾ ലംഘിക്കുന്നവരിൽ നിന്ന് ടോൾ നിരക്കിന്റെ ഇരട്ടി തുകയാകും ഈടാക്കുക. വാഹനങ്ങളിലെ ഫാസ്ടാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇടപാട് നടത്താനാകില്ല. ബാലൻസ് ഇല്ലാതിരിക്കുക, KYC പൂർത്തിയാകാത്ത സാഹചര്യങ്ങൾ, ചേസിസ് നമ്പറും വാഹനത്തിന്റെ രജിസ്റ്റർ നമ്പറും തമ്മിൽ വ്യത്യാസമുണ്ടാവുക തുടങ്ങിയ ഘട്ടങ്ങളിൽ ഫാസ്ടാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടാം. ടോൾ ബൂത്ത് എത്തുന്നതിന് 60 മിനിറ്റ് മുമ്പ് ഫാസ്ടാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവസാന നിമിഷം റീചാർജ് ചെയ്യാൻ സാധിക്കില്ല. ഫാസ്ടാഗ് സ്കാൻ ചെയ്ത് 10 മിനിറ്റിന് ശേഷമാണ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ ഇടപാട് റദ്ദാക്കപ്പെടും. ടോൾ പ്ലാസ കടന്ന് 10 മിനിറ്റിന് ശേഷം റീചാർജ് ചെയ്താൽ ഈടാക്കിയ പിഴ ഒഴിവാക്കാവുന്നതാണ്. നിയമങ്ങൾ തെറ്റിച്ചാൽ 176 കോഡ് നേരിടേണ്ടി വന്നേക്കാമെന്നാണ് മുന്നറിയിപ്പ്. ഫാസ്ടാഗ് വഴിയുള്ള പണമടയ്ക്കൽ നിരസിക്കൽ അല്ലെങ്കിൽ തടയൽ എന്നാണ് 176 കോഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഫാസ്ടാഗ് സജീവമാണെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. ഫാസ്ടാഗ് പോർട്ടൽ ഉപയോഗിച്ച് സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. ഔദ്യോഗിക പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ വിവരങ്ങൾ നൽകി സ്റ്റാറ്റസ് പരിശോധിക്കുക. നിങ്ങളുടെ ഫാസ്ടാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ ഗതാഗത വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പന്നിയങ്കരയിലെ ടോൾ പിരിവിൽ പ്രദേശവാസികൾക്ക് താൽക്കാലിക ആശ്വാസം. പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കില്ല. ശാശ്വത പരിഹാരത്തിനായി ഈ മാസം 28-ന് മുൻപ് കരാർ കമ്പനിയുമായി ചർച്ച നടത്തുമെന്ന് PP സുമോദ് MLA അറിയിച്ചു. 5 കിലോമീറ്റർ ചുറ്റളവിന് പുറത്തുനിന്നുള്ളവർക്ക് ഇന്നു മുതൽ പന്നിയങ്കരയിൽ ടോൾ നൽകണമെന്ന് കമ്പനി അറിയിച്ചിരുന്നു. ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് ഫെബ്രുവരി 28 വരെ ടോൾ പിരിക്കില്ലെന്ന് കമ്പനി അറിയിച്ചത്. പാതിവില തട്ടിപ്പ് കേസിൽ അനന്തു കൃഷ്ണൻ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ. 2 ദിവസത്തേക്കാണ് മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡിയിൽ നൽകിയത്. അനന്തു കൃഷ്ണന് വിവിധ ബാങ്കുകളിലായി 21 അക്കൗണ്ടുകൾ ഉണ്ടെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു. സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന അനന്തുവിന്റെ സ്ഥാപനത്തിന്റെ പേരിലുള്ള 11 അക്കൗണ്ടുകൾ വഴി മാത്രം 548 കോടി രൂപ അനന്തു കൃഷ്ണന് കിട്ടിയെന്നാണ് വിവരം. കൂടാതെ ഇരുചക്രവാഹനം നൽകാമെന്ന് വാഗ്ദാനം നൽകി 4035 പേരിൽ നിന്ന് 143.5 കോടി രൂപയും അനന്തുവിന്റെ അക്കൗണ്ടിലെത്തിയെന്ന് ക്രൈംബ്രാഞ്ച്. കണ്ണൂരിൽ പാതിവില തട്ടിപ്പിന് ഇരയായവരുടെ പ്രതിഷേധം. മുഖ്യപ്രതിയായ പ്രൊമോട്ടർ മോഹനനെയും മറ്റ് പ്രൊമോട്ടർമാരെയും സംരക്ഷിക്കുന്ന പോലീസ് നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് സീഡ് വുമൺ ഓൺ ഫയറിന്റെ നേതൃത്വത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത പ്രൊമോട്ടർമാരുടെ ഫോട്ടോ പതിച്ച പ്ലക്കാർഡുമായിട്ടായിരുന്നു പ്രതിഷേധം. പാലക്കാട് ചിറ്റൂരിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തി. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന് തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്.
ഡൽഹിയിലെ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് രാംലീല മൈതാനിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. 27 വർഷത്തിന് ശേഷം അധികാരം കിട്ടിയത് ആഘോഷമാക്കാനുള്ള ശ്രമത്തിലാണ് BJP. പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള MLA-മാരുടെ യോഗം മറ്റന്നാൾ ചേരും. കേന്ദ്ര നിരീക്ഷകരുടെ സാന്നിധ്യത്തിലാണ് യോഗം. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ചരിത്രത്തിന്റെ പടിവാതിക്കൽ കേരളം. ഗുജറാത്തിനെതിരായ ആദ്യ സെമി ഫൈനലിൽ കേരളത്തിന് ബാറ്റിംഗ്. ആദ്യ സെഷൻ അവസാനിക്കാനിരിക്കെ 3 വിക്കറ്റ് നഷ്ടത്തിൽ 88 റൺസ് കേരളം എടുത്തിട്ടുണ്ട്. സച്ചിൻ ബേബി, ജലക് സക്സേന എന്നിവരാണ് ക്രീസിൽ. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ഹരികൃഷ്ണൻ ചേരും.